ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കോട്ടൺ സെറ്റ്സിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. നല്ല പ്രിൻറ്റ് വന്നിട്ട് അജ്രക് പ്രിൻറ്റ്, വേറെ 2-3 ടൈപ്പ് പ്രിൻറ്റും വരുന്നുണ്ട്. കണ്ടോ ഇതുപോലെ കോമ്പിനേഷനിൽ ബ്യൂട്ടിഫുൾ ദുപ്പട്ടയായിട്ട് 1195 റേഞ്ചിൽ വരുന്ന ഇതുപോലത്തെ ദുപ്പട്ടയായിട്ട് കേട്ടോ സെറ്റ്സിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 and 8075551153. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ലിങ്കും കറക്റ്റായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സൈറ്റിലെത്തിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കോഡ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂ അറൈവൽസിൽ നോക്കിയാൽ മതി. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്യുന്ന ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തു. വേഗം കളക്ഷൻസ് കാണാം. നിങ്ങൾക്ക് നോർമൽ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സാണ് കേട്ടോ. ഇത് നമ്മൾ പ്യുവർ കോട്ടണിൽ ചെയ്യുമ്പം ബോട്ടവും ടോപ്പ് അറ്റാച്ച് ചെയ്ത് വരില്ലേ, 2-2.5 മീറ്റർ വെച്ചിട്ട് അങ്ങനത്തെ ഫാബ്രിക്കാണ് കേട്ടോ. ടോപ്പ് ഫാബ്രിക്കാണിത്. ബോട്ടം ഇതുപോലെ സ്ട്രൈപ്സ് വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം, ഡബിൾ ടോപ്പ് ചെയ്യാവുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ടോപ്പ്. ഇതിനകത്ത് ബോർഡേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ലീവ്സിലൊക്കെ വെക്കാം. നോർമൽ റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ടോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോമൺ ദുപ്പട്ട യൂസ് ചെയ്യാം. ബോട്ടം ഏതെങ്കിലും പ്ലെയിൻ മറൂണോ ബ്ലാക്കോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. നല്ല ഭംഗിയാണ്. നല്ല ലെങ്ത്തും വിട്ടുള്ള ഫാബ്രിക്കുമാണ് കേട്ടോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം 46-48 ഒക്കെ ഉള്ളവർക്ക് നല്ലപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ട. സ്ട്രൈപ്സ് പാറ്റേൺ, ഈ ഒരു പാറ്റേൺ തന്നെയാണ് ബോട്ടവും വന്നേക്കുന്നത്. ഇങ്ങനെ ഔട്ട്ലുക്ക് വരാം. നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത് യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ. ഇതിൻ്റെ ബോർഡറൊക്കെ കണ്ടോ, നിങ്ങൾക്ക് നെക്ക് റൗണ്ടൊക്കെ ചെയ്യാനായിട്ട് കോളർ നെക്കും ഒക്കെ ചെയ്യാൻ നല്ലത്. അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ സ്ട്രൈപ്സ് ആണ് കേട്ടോ. എല്ലാം സ്ട്രൈപ്സ് പാറ്റേൺ നിങ്ങൾക്ക് ടോപ്പ് ചെയ്താൽ ഭംഗിയായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് തയ്ച്ചിട്ട് കാണിച്ചിട്ടുണ്ട് വേറെ സെറ്റ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അതുപോലെ എന്തെങ്കിലുമൊക്കെ കോളർ നെക്കൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട. ബോട്ടം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ബോട്ടം എന്ന് പറഞ്ഞാൽ ഈ ദുപ്പട്ടയിൽ വന്നേക്കുന്ന ആ സ്ട്രൈപ്സ് പോലെ ആയിരിക്കും ബോട്ടം വരെ ഇതിൽ തന്നെ വെച്ചേക്കുന്ന 2 ടോപ്പ് ഡബിൾ ടോപ്പ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സാണ്. നെക്സ്റ്റ് കളർ ഇതുപോലെ നല്ലൊരു കാശിഷ് കളർ എന്ന് പറയാം. അതിലേക്ക് മറൂൺ കോമ്പിനേഷൻ പോയിരിക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ തന്നെ സ്ട്രൈപ്സ് വന്നിട്ടുള്ള ബോട്ടം ഇങ്ങനെ വരിക. 1195 റേഞ്ച്. നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഇതുപോലെ മെറൂണും ഇൻഡിഗോയും കൂടെയുള്ള ഷെയ്ഡ്. ബോർഡേഴ്സ് നല്ല ഭംഗിയുള്ള ബോർഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്കിലോ അല്ലെങ്കിൽ കോളർ നെക്ക് വെക്കാനോ റോൾ കോളർ വെക്കാനോ ഒക്കെ ഭംഗിയാണ് കേട്ടോ. സ്ലീവ്സിൻ്റെ എൻഡിലൊക്കെ കൊടുത്താലും നല്ലതാണ്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം സെയിം ടോൺ എന്ന് വെച്ചാൽ ഇതുപോലെ ആ ദുപ്പട്ടയുടെ പോലെ തന്നെ കേട്ടോ. ഇനി വരുന്ന ഡിസൈൻ ഇതൊരു മാംഗോ ഡിസൈനൊക്കെ വന്നിട്ട് നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത്. നല്ല നീളവും വീതിയുള്ള ഫാബ്രിക്കാണ്. നന്നായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ ടോപ്പ് ചെയ്യാം. 2 ഡിസൈനിൽ നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ നെക്കും ഒന്ന് കോളർ നെക്കും ആയിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലൈനിങ് ഇട്ട് ചെയ്താൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ലൈനിങ് ഇടാത്തവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇതുപോലെ യെല്ലോ ഷെയ്ഡ്. ഇതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. കളറൊന്നും പോകാത്തൊരു ടൈപ്പാണ്. കോട്ടണിൽ തന്നെ കുറച്ച് മിക്സ് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാബ്രിക്. നെക്സ്റ്റ് വൺ ഇതുപോലെ എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട ഇതുപോലെ, ബോട്ടം ഇതുപോലെ സ്ട്രൈപ്സ് വന്നിട്ടുള്ള ബോട്ടം. നെക്സ്റ്റ് വരുന്നത് മറൂൺ വിത്ത് ഇൻഡിഗോ. ഇതും നല്ലൊരു മാംഗോ ഡിസൈനാണ് വന്നിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓഫീസ് യൂസിന് ബെസ്റ്റ് ആയിട്ടാണ്. തയ്ച്ചിട്ടാൽ നല്ല കംഫർട്ടബിളും ആയിരിക്കും. നിങ്ങൾക്ക് നോർമലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക്കുമാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതെല്ലാം 1195 റേഞ്ചിലാണ് വരുന്നത്. ബുക്കിംഗ്സ് സൈറ്റിലാണ് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയുടെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അത് വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.